സ്ഥിരം വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള സെർച്ച് സെലക്ഷൻ കമ്മിറ്റിയിലേക്കുള്ള സെനറ്റിൻ്റെ പ്രതിനിധി കാര്യം ആലോചിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 254 വ്യവസ്ഥ അനുസരിച്ച് UGC റെഗുലേഷൻ 2018 7.3 പറയുന്നതനുസരിച്ച് മാത്രമേ സെനറ്റ് തീരുമാനം കൈക്കൊള്ളാൻ പാടുള്ളൂ. അല്ലാതെ എടുക്കുന്ന ഏതൊരു തീരുമാനവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ കാര്യത്തിലുള്ള ഉത്തരവുകളുടെ പ്രത്യക്ഷ ലംഘനമാണ് എന്ന് ഭൂരിപക്ഷ അംഗങ്ങളും സഭയിൽ ഉയർത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ചെയർ ഈ നിയമവിരുദ്ധമായ യോഗം ചേരാൻ പാടില്ല എന്ന വാദത്തോട് യോജിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 92 പേരാണ് പങ്കെടുത്തത്. അതിനകത്ത് വൈസ് ചാൻസലറും പ്രോ ചാൻസലറും വഴിയെ 90 പേര്. അതിൽ 90 പേരിൽ 64 പേർ ഈ നിയമവിരുദ്ധമായ യോഗം ചേരാൻ പാടില്ല, അത് ഗവർണറെ അറിയിക്കണം, ഇതിൻ്റെ നിയമവിരുദ്ധത എന്താണെന്ന് ഗവർണറെ അറിയിക്കണം എന്ന നിലയ്ക്ക് ആണ് അതിനകത്ത് ഭൂരിപക്ഷ അംഗങ്ങളും നിലപാട് സ്വീകരിച്ചത്. അത് തന്നെ അത് പ്രമേയം എന്ന് പറയുമ്പോൾ ഈ സെനറ്റിൻ്റെ ഭൂരിപക്ഷ വികാരം ഇങ്ങനെ നിയമവിരുദ്ധമായ യോഗം ചേരാൻ പാടില്ല. കാരണം സുപ്രീം കോടതിയുടെ ഡിസിഷനുണ്ട്. സുപ്രീം കോടതി ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് പൂർണ്ണമായും 2018 UGC റെഗുലേഷൻ ബാധകമാവണം. 2018 UGC റെഗുലേഷൻ 7.3 ഞാൻ നേരത്തെ പറഞ്ഞു. അതിനകത്ത് UGCയുടെ ഒരു പ്രതിനിധിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, അവിടെ മറ്റൊരു പ്രതിനിധിയെക്കുറിച്ചും പറയുന്നില്ല. ആ നിലയ്ക്ക് വരുമ്പോൾ സെനറ്റിൻ്റെ പ്രതിനിധി UGC റെഗുലേഷൻ 2018 അനുസരിച്ച് ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യോഗം ചാൻസലർ വിളിച്ചത്? ഹൈക്കോടതി നിർദ്ദേശം കൃത്യമായിട്ടുണ്ടായിരുന്നില്ല സെനറ്റ് പ്രതിനിധിയെ കൊടുക്കണം ഈ കേസ് വന്ന സമയത്ത്. ഇല്ല. അത് ആ കേസ് നേരത്തെ ഈ കേസിൽ നിർദ്ദേശമില്ല. നേരത്തെ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് 4 കുറേയധികം സെനറ്റ് അംഗങ്ങളെ പ്രീതി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പുറത്താക്കിയല്ലോ. അതിൻ്റെ കേസിൻ്റെ വിധി വന്നപ്പോൾ ആ നോട്ടിഫിക്കേഷൻ തന്നെ കോഷ് ചെയ്തു. അപ്പോൾ അത് പോയി. അതിപ്പം നിലവിലില്ല, അത് ബാധകമല്ല. സുപ്രീം കോടതി ഡിസിഷനാണ് ബാധകം. സുപ്രീം കോടതി പറയുന്നത് 2018 റെഗുലേഷൻ അനുസരിച്ച് മാത്രമേ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. 2018 റെഗുലേഷൻ അനുസരിച്ചായാലും സെനറ്റിന് ഒരു പ്രതിനിധി വേണ്ടേ? ഇപ്പോൾ 3 അംഗമല്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ പുതിയ പ്രതിനിധി വേണമെന്നുണ്ടെങ്കിൽ സെനറ്റിന്റെ പ്രതിനിധി വേണം. മറ്റാരൊക്കെയാണ് അത് വേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഗവൺമെന്റ് പാസ്സാക്കിയ ബില്ല് പാസ്സാക്കിയത് സെനറ്റിന്റെ പ്രതിനിധി ഉണ്ടല്ലോ. അല്ലല്ല, അത് ഇപ്പം സുപ്രീം കോടതി ഇപ്പം രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. 2 കൊല്ലക്കാലം ചാൻസലർ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം അവസാനം സുപ്രീം കോടതി ഇടപെടുമെന്ന് കണ്ടപ്പോൾ അത് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. അത് അന്ന് തന്നെ ഒപ്പിട്ടിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ ആരാണ് ഏത് സുപ്രീം കോടതി വിധി എന്ന് വെച്ചാൽ 2018 റെഗുലേഷൻ അനുസരിച്ച് VC തിരഞ്ഞെടുക്കണമെന്ന് തന്നെയാണ്. അതനുസരിച്ച് ആ റെഗുലേഷനിൽ ഒരു പ്രതിനിധിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സെർച്ച് സെലക്ഷൻ കമ്മിറ്റിയിൽ അത് UGC ചെയർമാൻ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രതിയെക്കുറിച്ചാണ് പറയുന്നത്. ബാക്കി ഒരാളെ കുറിച്ചും പറയുന്നില്ല. അത് നിയമമാവട്ടെ, രാഷ്ട്രപതി അംഗീകാരം കൊടുക്കണമല്ലോ. ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഗവർണർ 2 അംഗ നോമിനിയെ വെച്ച 15 ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആവശ്യം വെച്ചാൽ ഞങ്ങളെ കേട്ടില്ല എന്നുള്ളതായിരുന്നു. UGCയുടെയും ഗവർണറുടെയും നോമിനി മാത്രം ആ സമയത്ത് ആ പ്രശ്നം വരുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ഈ തീരുമാനമില്ല. സുപ്രീം കോടതി രാജശ്രീ കേസിലാണ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി UGC റെഗുലേഷൻ അനുസരിച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പ്രതിനിധി മാത്രം മതി എന്നുള്ള ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു യോഗം ചേരേണ്ട ആവശ്യമില്ല എന്നുള്ളത് മന്ത്രിക്കും സർവകലാശാലയ്ക്കും അറിയിക്കാമല്ലോ. അതാണ് പറഞ്ഞത്. നിയമവിരുദ്ധമായി ചാൻസലർ ഈ അജണ്ട വെച്ച് യോഗം വിളിക്കണമെന്നും പറഞ്ഞ് സർവകലാശാലയെ അറിയിച്ചു. അതനുസരിച്ച് വൈസ് ചാൻസലർ യോഗം വിളിച്ച സമയത്ത് ഞങ്ങൾ യോഗം വിളിച്ച സമയത്ത് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ലീഗൽ ഒപ്പീനിയൻ എടുത്തു. ലീഗൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞ നിയമ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UGC റെഗുലേഷനും നിലവിലുള്ള ആക്ടിൻ്റെ 10(1) തമ്മിലുള്ള കോൺട്രഡിക്ടറി എന്താണെന്ന് കൃത്യമായി കാണിച്ച്
ഈ യോഗം ചേരാൻ പാടില്ല എന്ന നിലയ്ക്ക് ലീഗൽ ഒപ്പീനിയൻ നിലവിലുണ്ട്. അങ്ങനെയാണ് ആ ലീഗൽ ഒപ്പീനിയൻ മറികടന്നാണ് വൈസ് ചാൻസലർ യോഗം വിളിച്ചത്. അങ്ങനെ നിയമസഭ പാസ്സാക്കി നിയമം ആയില്ലല്ലോ, നിയമമായി വരണം, നിയമമായി വരണം, നിയമം ആവണം, നിയമം ആവണം, രാഷ്ട്രപതി ഒപ്പിടണം, നിയമം ആവണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് UGC നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു ബില്ല് നിലനിൽക്കെ ഇങ്ങനെ യോഗം ചേരാൻ കഴിയില്ല. ആ ബില്ല് തന്നെ നിലനിൽക്കില്ല നിങ്ങൾ പറയുന്നത്. അപ്പോ അതല്ല ഞങ്ങൾ പറയുന്നത് UGC ശ്രീ കമലേഷ് നിങ്ങളെ അങ്ങനെ വാദിക്കരുത്. ഇത്രയേ ഉള്ളൂ. UGC റെഗുലേഷൻ പിന്നെ 2018 7.3 വൈസ് ചാൻസലറെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് 2018 റെഗുലേഷൻ പ്രകാരമായിരിക്കണം ഇത് നടത്തേണ്ടത്. ഈ UGC റെഗുലേഷനിൽ എവിടെയാണ് ഇപ്രകാരമുള്ള ഓരോരുത്തരുടെ പ്രതിനിധി വേണ്ടതെന്നും അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്നും അത് ചാൻസലർ ഇപ്പോൾ അയച്ച കത്ത് പ്രകാരമാണോ സെനറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ലല്ലോ. അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. സൈലന്റ് അല്ലേ? സർക്കാരിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചാൽ പറയുന്നത് ഇത് ഇന്നലെ സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇന്നത്തെ യോഗത്തിന് പോലീസ് നൽകുന്നതാണ്. ഞങ്ങൾ സെനറ്റിന്റെ ഭൂരിപക്ഷ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അല്ല അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇവിടുത്തെ പ്രശ്നം ഇന്നത്തെ സെനറ്റ് യോഗം നിയമവിരുദ്ധമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിയമമാവട്ടെ. എങ്ങനെ അല്ല നിയമസഭ പാസ്സാക്കിയ ബില്ലിനെതിരെ തന്നെയാണ് ഞങ്ങൾ പ്രമേയം കൊണ്ടുവരുന്നത്. അല്ല അത് എങ്ങനെ വേണമെന്ന് നിയമമാണ് നിയമസഭ പാസാക്കിയത്. അത് നിയമമായി വന്നില്ല. അത് വരണം. രാഷ്ട്രപതി ഒപ്പിടണം. അത് വേറെയല്ല. അത് നിങ്ങൾ ഒരു വ്യവസ്ഥ വേണ്ടേ ശ്രീ കമലേഷ്? ഒരു വ്യവസ്ഥ വേണ്ടേ? വ്യവസ്ഥ ഇല്ലാതെ എങ്ങനെയും ഒരു കത്തയച്ചാൽ ഉടൻ സെനറ്റിന് പ്രതിനിധി കൊടുക്കാൻ കഴിയുമോ? നിയമം പറ. അല്ല, സർക്കാർ ഭേദഗതി വരുത്തിയ നിയമം ചാൻസലർ ഒപ്പിട്ടിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. UGC റെഗുലേഷനിൽ ഒരു പ്രതിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. റെഗുലേഷനിൽ പറയുന്നത് ഒരു പ്രതിയെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ബാക്കി ആരൊക്കെ വേണം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഒരു ഭേദഗതി നിയമം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. അത് 2 വർഷം വെച്ചുകൊണ്ടിരുന്നു. അവസാനം സുപ്രീം കോടതി ഇടപെടലിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചു. അത് നിയമമായി വന്നിരുന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് വ്യക്തതയാണ്. അത് വരാത്ത സാഹചര്യത്തിൽ ഈ കൂടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മനസ്സിലായില്ലേ?